ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തേക്കണേ മൾട്ടി കളറിലുള്ള ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ബീഡാണ് എടുത്തിരിക്കണേ. അതെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 3mm പേൾ ബീഡാണ് കേട്ടോ, വൈറ്റ് കളർ എടുത്തിരിക്കുന്നത്. ഈ ബീഡ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പോൾ 3mm ബീഡ്സ് ആവശ്യമില്ല, എങ്കിലും ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എടുത്തേക്കണത് ഐപ്പിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐപ്പിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോബ്സ്റ്റർ ലോക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജംറിങ് കൊടുത്തിട്ടുണ്ട്. ജംറിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ഐറ്റം ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ഈ ചെയിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം, അത് കട്ട് ചെയ്ത് നമ്മൾ ഐപ്പിന്നായിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് വേണം ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്ര ഐറ്റംസാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഐപ്പിന്നാണ് എടുക്കണേ. ഐപ്പിന്നിലേക്ക് നമുക്ക് നമ്മുടെ 3mm ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യണേ. അതിന് ശേഷം നമ്മൾ ഹാർട്ട് ബീഡ് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം വീണ്ടും ഞാൻ 3mm ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഐപ്പിന്നിന് നീട്ടം കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കത് ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ പ്ലെയർ വെച്ച് ഒന്ന് വളച്ച് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിനി നമ്മുടെ ചെയിനിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയിനിൻ്റെ ഒരു വശത്തേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെയിനിലേക്ക് ഇത് ലോക്കാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെയാട്ടോ നമുക്ക് കിട്ടണത്. ഇനി നമുക്ക് ഈ ചെയിന് എത്ര ഗ്യാപ്പ് വേണമെന്നോ, ബീഡ്സിന് എത്ര ഗ്യാപ്പ് വേണമെന്നുള്ളത് നമ്മളിഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയിൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് വെച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച ചെയിൻ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ തന്നെ ഐപ്പിന്നിലേക്ക് ബീഡ്സ് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബീഡ്സും ചെയിനും കൂടി കണക്ട് ചെയ്ത് എൻ്റെ കൈക്കുള്ള അളവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലോബ്സ്റ്റർ ലോക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബീഡ്സ് ഇട്ട് ഐപ്പിന്നിൻ്റെ ഒരു വശം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ലോബ്സ്റ്റർ ലോക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ലോബ്സ്റ്റർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് കയ്യിലേക്ക് ഇട്ട് കൊടുത്ത് കറക്റ്റാണോ എന്ന് നോക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചെയിൻ ഇവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനൊരു ഹാങ്ങിങ് ആയിട്ട് ഈ ബീഡ്സ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഹെഡ് പിന്നാട്ടോ എടുത്തിരിക്കണേ. ഹെഡ് പിന്നിലേക്കാണ് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ഐ പിന്നിലേക്കാണ് ഇട്ട് കൊടുത്തിരുന്നത്, ഇപ്പോൾ ഹെഡ് പിന്നിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ബാലൻസ് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വളച്ച് അത് ലോക്കാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ചെയിനിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയിന് നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ ചെയിന് ഒന്ന് ഞാൻ സെൻറ്റർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.